കോഴിക്കോട് നഗരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു വൺ ഡേ ട്രിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വൺ ഡേ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അമ്പലമായ തളി മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു നമ്മൾ യാത്ര ആരംഭിച്ചത്. 14-ാം നൂറ്റാണ്ടിലായിരുന്നു ഈ ഒരു അമ്പലത്തിൻ്റെ പണി കഴിപ്പിച്ചത്. ഇവിടെ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ നമ്മൾ മുണ്ടുടുക്കണം. പാൻറ്റും ഷർട്ടും ഇട്ട് വന്ന എനിക്ക് മുണ്ടുടുക്കാത്തതിൻ്റെ പേരിൽ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ കഴിഞ്ഞില്ല. എന്തായാലും നമ്മൾ ഇതിന് ചുറ്റും ഒന്ന് നടന്ന് കാണാമെന്ന് തീരുമാനിച്ചു. ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കുളം വരുന്നത്. കുളത്തിനെ ഫേസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ഗോപുരം കാണാൻ കഴിയും. അതാണ് താളി ഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്കൂളും കാണാൻ കഴിയും. അമ്പലമൊക്കെ ചുറ്റി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗോപുരത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ ഗണപതിയും ബാലസുബ്രഹ്മണ്യമാണ്. ഈ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് പാളയം മാർക്കറ്റിലേക്കാണ്. പാളയം മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് കൂടെ ആ ഒരു തിരക്കും ബഹളവും ഒന്നും ഈ ഒരു അമ്പലത്തിനെയും പരിസരത്തിനെയും ഒന്നും ബാധിക്കുന്നില്ല. കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റിയ കോഴിക്കോട് സിറ്റി തന്നെ സ്ഥിതി ചെയ്യുന്ന സയൻസ് പാർക്കിലേക്കാണ് നമ്മൾ അടുത്ത വന്നിരിക്കുന്നത്. 70 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് 3D ഷോവിൻ്റെയും പ്ലാനറ്റോറിയത്തിൻ്റെയും ടൈം പറഞ്ഞു തരും. ആ ടൈമിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ എത്തിച്ചേരണം. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതും ചെറിയ കുട്ടികളെക്കാട്ടും എക്സൈറ്റഡ് ആയിട്ട് കാണാൻ പറ്റിയത് വലിയ ആൾക്കാരിലാണ്. കാരണം ചെറിയ കുട്ടിയൊക്കെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും ആരെയും കണ്ടില്ല. ആയിരത്തി 1997 നായനാരാണ് ഈ ഒരു സയൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നീട് 2006 ഇവിടുത്തെ ഓഡിറ്റോറിയം മാറ്റി റിനോവേറ്റ് ചെയ്തിട്ടാണ് 3D തിയേറ്റർ ആക്കുന്നത്. 3D തിയേറ്റർ അതിനുശേഷം വലിയ മെയിൻ്റെനൻസ് ഒന്നും നടത്തിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ പ്ലാനറ്റോറിയം ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനിടയിൽ കോഴിക്കോടിന്റെ അതിമനോഹരമായ ചക്രവാളം സന്ധ്യയുടെ സൗമ്യമായ പ്രഭയിൽ തിളങ്ങി നിൽക്കുന്നു. ചുറ്റുപാടും ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് സുപരിചിതമായ സ്ഥലങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? കുട്ടികളെയും കൊണ്ട് വരുവാണെങ്കിൽ 2-3 മണിക്കൂറൊക്കെ സുഖമായിട്ട് നമുക്ക് ഈ ഒരു സയൻസ് പാർക്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സയൻസ് പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്ത പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്.
ഉച്ചയ്ക്ക് 1 മണി 2 മണി സമയത്തായിരുന്നു നമ്മൾ ബീച്ചിലേക്ക് പോയത്. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷേ ബീച്ചിന്റെ സൈഡിൽ തണലത്ത് കടൽക്കാറ്റൊക്കെ ആസ്വദിച്ച് ധാരാളം ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് കാണാം. നമ്മൾ അധിക സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. വേഗം തന്നെ കോഴിക്കോടിന്റെ സ്വന്തം മിഠായി തെരുവിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചു. പണ്ട് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന പേരായിരുന്നു സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന്. ആ ഒരു പേര് ഷോർട്ടായിട്ടാണ് SM സ്ട്രീറ്റായി മാറിയത്, അഥവാ മിഠായി തെരുവ്. ഇവിടെ ആൾക്കാർ ഡ്രസ്സൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ്. അത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. SM സ്ട്രീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാനാഞ്ചിറ സ്ക്വയർ. വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷമാണ് ഇത് ഓപ്പൺ ആകുന്നത്. വേറെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ഈ പാർക്ക് സന്ദർശിക്കുമ്പോൾ കിട്ടുന്നത്. കോഴിക്കോട് ജില്ലക്കാർക്ക് മാനാഞ്ചിറ പാർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന ആളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ടും വന്നിരിക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ആ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ അപ്പൂപ്പന്മാരെ ഗ്യാങ് വരെ നമുക്കിവിടെ കാണാൻ കഴിയും. അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ഒരു പാർക്കിൽ ഫ്രീ ആയിട്ട് വൈഫൈ ആക്സസ് ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പല സ്ഥലങ്ങളിലും ബോർഡും കാണാൻ കഴിയും. ഈ വൈഫൈ ആക്സസും പാർക്കും ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായതാണ് ഈ ഒരു കുളം. പണ്ട് 14-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരിയായിരുന്നു ഈ ഒരു കുളം ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. കുറേ അധികം സമയം ഞാനിവിടെ സ്പെൻഡ് ചെയ്തു. ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കോഴിക്കോടിൻ്റെ കാഴ്ചകൾ കണ്ടു തീരുന്നില്ല, കുറേ അധികം കാഴ്ചകൾ കാണാനുണ്ട്. അത് മറ്റൊരു യാത്രയിൽ കണ്ടു തീർക്കാമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.